ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന എൻ്റെ 12 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാട്ടോ. ഒരു ചെറിയ തൂവെള്ള കൊട്ടാരം ഞങ്ങൾ വെച്ചു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. വലിയ വലിപ്പമൊന്നുമില്ല, ഒരു 640 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഫ്രണ്ട് വശവും ബാക്ക് വശവും ഞങ്ങൾ കട്ടയിട്ടു. അതുപോലെ രണ്ട് സൈഡും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, രണ്ട് സൈഡും വീടിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഞങ്ങൾ മറ്റേ എന്താ പറയുക, പേൾ ഗ്രാസ് വിരിച്ചു. കാരണം കോസ്റ്റ് എഫക്റ്റീവായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്ത ഒരു വീടാണിത്. ഇതിലങ്ങനെ ഭയങ്കര എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് മതിലും സംഭവങ്ങളൊക്കെയാണ്, റോഡാണ്, അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ കിഴക്ക് വശം കേട്ടോ. ഇവിടെ ഞങ്ങൾ പേൾ ഗ്രാസ് ഇട്ടു. കാരണം പേൾ ഗ്രാസിന് 23 രൂപ സ്ക്വയർ ഫീറ്റിനുള്ളൂ, കട്ടയ്ക്ക് 75 രൂപ സ്ക്വയർ ഫീറ്റിനുണ്ട്. പിന്നെ ഫ്രണ്ട് വശം റോഡായതുകൊണ്ട് കട്ട ഇടാൻ പറ്റാതിരിക്കില്ല, വണ്ടിയും കയറ്റണമല്ലോ. പിന്നെ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് ഒക്കെ ചവിട്ടികളൊക്കെ ഇട്ടപ്പോൾ കുറച്ച് ലുക്കായെന്ന് തോന്നുന്നു. എന്തായാലും തീരെ കുറഞ്ഞ ബഡ്ജറ്റിന് നമ്മൾ ചെയ്താണ്. ഒരു സിംഗിൾ ബെഡ്റൂം വീടാണിത്. പിന്നെ ഒരു ബെഞ്ച് ഫ്രണ്ടിലുണ്ട് ഇരിക്കാനായിട്ട്. അത് നമുക്ക് വന്ന സ്ക്രാപ്പ് ഐറ്റംസിൽ നിന്ന്, ഡ്രസ്സ് വർക്ക് ചെയ്തതിലുള്ള സ്ക്രാപ്പ് ഐറ്റംസിൽ നിന്ന് ഞങ്ങൾ എടുത്ത് ചെയ്തതാണ്. ബെഞ്ച്, ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ അങ്ങേ സൈഡെന്ന് പറയുന്നത് ഷൂ റാക്ക് കേട്ടോ. കാരണം അകത്തുനിന്ന് നമ്മൾ ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സിറ്റ് ഔട്ട് ചവിട്ടി കയറും. അതെനിക്ക് ഇഷ്ടമല്ല, ചെളിയാക്കുന്നത് ഇത്തിരി വൃത്തി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ സൈഡാക്കി. പിന്നെ ഇവിടെ കുറച്ച് ഭാഗമുള്ള അത് പേൾ ഗ്ലാസ് വിരിച്ചു, ഈ ചെളിയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി. ബാക്കി ഏരിയ എൻ്റെ ചെടികളൊക്കെ വെച്ചു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലൊന്നും വെക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ഷെയ്ഡിൻ്റെ അടിയിൽ വെക്കുന്നതുകൊണ്ട് ഇത് ഈ രണ്ട് സൈഡിലേക്ക് പതുക്കെ നിരത്തി വെച്ചു. പിന്നെ അങ്ങേ സൈഡിൽ നമുക്ക് ടാങ്കാണ്, വാട്ടർ ടാങ്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിണറില്ല, വാട്ടർ സപ്ലൈയുടെ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ രണ്ട് വലിയ ടാങ്ക് വെച്ചിട്ട് അതിനകത്തുനിന്ന് മുകളിലേക്ക് അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളം വേനൽക്കാലത്ത് ഒട്ടും ഉണ്ടാവില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ആൾക്കാരാണ്. ബാക്ക് യാർഡ് ഞാൻ കുറച്ച് സ്റ്റോറേജ് ഏരിയ ആക്കണം, സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനും, അതേപോലെ തന്നെ കുറേ ചെടികൾ, ഷെയ്ഡിൽ വെക്കേണ്ട ചെടികളാണ് ഇവയൊക്കെ. അപ്പോൾ ആ സൈഡ് ചെടികളൊക്കെ പതുക്കെ നിരത്തി വെക്കാനും ആക്കി. ടാങ്ക് കണ്ടോ, ഇത് കണ്ടോ, ഇത് രണ്ടും ടാങ്കാണ്. വീടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ്, ടാങ്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോൾ. ഇതങ്ങനെ സംഭവിച്ചു പോയതാണ്. ആദ്യം മേടിച്ച ടാങ്ക് പിന്നെ കിട്ടിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അങ്ങനെ ഇവിടെ ചെറിയൊരു വാഷ് കൗണ്ടർ ഏരിയ കൊടുത്തു. അത് ഈ വാഷ് ബേസിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല്ല് തേക്കാനും പിന്നെ റൂബിക്ക് ഷേവ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അകത്ത് ഈ പരിപാടികളൊന്നും ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഒരു ചെറിയ അലക്കുകല്ല് സെറ്റ് ചെയ്തു. ഇത് ഇത്ര ഇടം മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഏരിയ നമ്മൾ പ്ലെയിനായിട്ട് മണ്ണിട്ടു, കാരണം വെള്ളമൊക്കെ ഇറങ്ങി പോകണമല്ലോ, അത് കാരണം. പിന്നെ ഒരു കമ്പോസ്റ്റിന് വേണ്ടിയിട്ടൊരു ഡസ്റ്റ്ബിൻ വെച്ചു. അവിടെയും കുറേ ചെടി കൊണ്ടുവച്ചു കേട്ടോ. എവിടെയൊക്കെയാണോ തണൽ കിട്ടുന്നത് അവിടെയൊക്കെ ചെടി കുത്തിക്കയറ്റും, കാരണം ചെടി വെക്കാൻ ഇടമില്ല എന്നുള്ള സത്യം. കമ്പോസ്റ്റിന് വേണ്ടിയിട്ടൊരു ഡസ്റ്റ്ബിന്നും അതേപോലെ തന്നെ അത്യാവശ്യം സാനിറ്ററീസ് കത്തിക്കാൻ ഒരു വീപ്പയും. അങ്ങനെ കത്തിക്കാറില്ല ഞാൻ, പൊതുവെ ഹരിതകർമ്മസേനയ്ക്ക് എടുത്ത് കൊടുക്കാറേ ഉള്ളൂ. എന്നാൽ സാനിറ്ററീസ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഫ്രണ്ട് ഡോർ വഴി അകത്തേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡോർ. ആകപ്പാടെ 8000 രൂപയായുള്ളൂ, വലിയ വർക്കുകളൊന്നുമില്ല. തപസ്യ കേട്ടോ വീടിൻ്റെ പേര്. ഒരു 12 വർഷത്തെ തപസ്സിൻ്റെ ഫലമാണ്. മാത്രമല്ല, തപസ്യയുടെ മീനിങ് എന്ന് വെച്ചാൽ ഊർജ്ജത്തിൻ്റെ ഉറവിടം, അതായത് എനർജി ബാങ്ക് എന്നാണ്. നമുക്ക് അകത്തേക്ക് പതുക്കെ തുറന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കണ്ണനെയാണ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് ഒരു ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോളിൽ നിന്ന് ഒരു കൃഷ്ണനെ മേടിച്ചുകൊണ്ട് വന്ന ഓൾമോസ്റ്റ് ഒരു 4000 രൂപ ആയിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം TV യൂണിറ്റിൻ്റെ അവിടെ ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ പതുക്കെ ഇറക്കി വെച്ചു. സാധാരണ ആൾക്കാർ ഇതൊക്കെ വേക്കൻ്റായിട്ട് ഇടുന്നത്, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ക്ലോക്ക് മേടിച്ച് വെച്ചു. കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കണുണ്ടോ, കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ കാണുന്ന ടീപ്പോയും ഈ പറഞ്ഞ പോലെ മറ്റേ ഇതിൽ സ്ക്രാപ്പ് ഐറ്റംസിൽ നിന്ന് ചെയ്താണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൈക്ക് ഒട്ടിച്ചതാണ്. സിറ്റിംഗ് ഏരിയ എല്ലാം ഇൻബിൽറ്റ് സിറ്റിംഗ് ഏരിയ ആണ്. അടിയിൽ സ്റ്റോറേജ് മുകളിൽ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തത്. പിന്നെ ഇത് കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തു, അതിനൊരു ചെറിയ സെപ്പറേഷൻ കൊടുത്തു. അത്യാവശ്യം എൻ്റെ ചെടികളൊക്കെ വെച്ചു. ലൈഫ് പ്ലാന്റ്സ് ആട്ടോ അതൊക്കെ. പിന്നെ ചെറിയ രണ്ട് ജനൽ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിലും കൊടുത്തു. എനിക്കിങ്ങനെ കിളിവാതിലൂടെ നോക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അതൊരു അബദ്ധം പറ്റിയതാണ്. ഉണ്ടാക്കി വെച്ചപ്പോൾ അത് ചെറുതായിപ്പോയി. എന്നാലും കിളിവാതിലൂടെ നോക്കാമല്ലോ. എന്നെ ആരും കാണൂല, എനിക്കെല്ലാവരും കാണുകയും ചെയ്യാം. മൊത്തം ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കൊടുത്ത്. പിന്നെ ഗ്രാനൈറ്റ് പീസൊക്കെ കൗണ്ടർ ടോപ്പിനിട്ടത് ബാക്കി വന്നപ്പോൾ ഞങ്ങൾ ആ സിറ്റിംഗ് ഏരിയ, സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെയും ഗ്രാനൈറ്റ് പീസ് കൊടുത്തു. അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു, യൂട്ടിലിറ്റിയും കൊടുത്തു. സ്റ്റെയർ നമ്മൾ ചെയ്തത് ഹാൻഡിലാണ്, അപ്പോൾ GI പൈപ്പും കൊണ്ടാണ്. ഇവിടെ കുറച്ച് ബുദ്ധകളെ അതും ഇതുമൊക്കെ വെച്ച് ഞാൻ അലങ്കരിച്ചു. ഇത് ഓപ്പൺ കിച്ചണാണ്.
എൻ്റെ ഡെക്കറേഷൻ പീസസൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. ഫ്രിഡ്ജ് വെക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒരിടം കണ്ടെത്തിയില്ല, അതിനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. പിന്നെ ഓപ്പൺ കിച്ചൺ കൊടുത്തപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം ചിമ്മിനി ഹോബ് വെക്കണം എന്നുള്ള ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് EMI ആയിട്ട് മേടിച്ച് വെച്ചു ഗൈസ്. അതിന് കുറച്ച് കാശ് പൊട്ടി, എന്നാലും വേണ്ടില്ല. മൊത്തത്തിലൊരു 19,000 രൂപയായി. എൻ്റെ കളസവും കീറി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കില്ല, എന്നാലും അപ്പുറത്ത് വേറെ ഗ്യാസ് സ്റ്റൗവും അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കുപ്പികൾ പാറ്റേൺസ് ആണ്. കാരണം ഞങ്ങളെല്ലാ പ്ലാസ്റ്റിക്കുകളും നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ട് എല്ലാം ഞങ്ങൾ ബോട്ടിൽസിലാക്കിയായിരുന്നു. കാണാനും ഭംഗിയാണ്, അതുകൊണ്ട് ഫുഡ് അതിനകത്തിരുന്ന് ചീത്തയാവില്ല. പിന്നെ പ്ലാസ്റ്റിക് കുറേ കഴിയുമ്പോൾ പൊളിഞ്ഞു പോരില്ല. പിന്നെ എനിക്കൊരു മനോരോഗമുണ്ട് എല്ലാം ഇങ്ങനെ ഡെക്കറേഷൻ സ്റ്റൈലിൽ വെക്കണം എന്നുള്ളത്. ഇനി നമ്മളിതേ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു തൊട്ട് താഴെ ഒരു സ്ലാബ് പോലെ അവിടെ ഞാനൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം, അതേപോലെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം. വർക്ക് ഏരിയ കുറച്ച് ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഒരു സൈഡിലൊരു വാഷ് ബേസിനും അടുപ്പ് വെക്കാനുള്ള സൗകര്യവും അങ്ങേ സൈഡിലൊരു ചെറിയ ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. കാരണം ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അത് ചെറുതാണ്. ഇതിൽ വലിയൊരു ബാത്റൂമാണ്. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് വെക്കാനും കണകുണ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയയൊക്കെ ഞങ്ങൾ അതിനകത്ത് കൊള്ളിച്ചു. ഇത് ഷീറ്റിട്ട് എടുത്തേക്കണെയാണ് ഈ വർക്ക് ഏരിയ. അപ്പോൾ ഇവിടെയും കുറേ ചെടികൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഏരിയ സ്ഥലത്തെല്ലാം കൊള്ളിക്കുക, അതാണ് നമ്മളുടെ ഐഡിയ. വലിയ മിറർ ഞാൻ വെച്ചിട്ടോ ഇതിൻ്റെ ഇടയിൽ, കാരണം എനിക്ക് ഫുൾ സൈസിൽ എന്നെ കാണാൻ വേണ്ടി. ഇത് നമ്മുടെ ബെഡ്റൂമാണ്. ഒരേ ഒരു ബെഡ്റൂമേ നമുക്കുള്ളൂ. അത്യാവശ്യം വലിയ കുറച്ച് വലിപ്പമുള്ള റൂം തന്നെയാണ്. ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്, ഒരു വഡോബും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബേ വിൻഡോ കണക്കൊരു സിറ്റിംഗ് ഏരിയ, അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് തുണികളുണ്ട് കുത്തി നിറയ്ക്കാൻ, അതുകൊണ്ടാണ്. ഒരു 6x4 വലിയ കട്ടിലും ഉണ്ട്. ഇനി നമുക്ക് മേളിലെ സ്റ്റെയർ കേസിലേക്ക് പോകാം. സ്റ്റെയർ കേസ് നമ്മൾ GI പൈപ്പിൽ ചെയ്താണ്, ഹാൻഡിൽ ചെയ്ത. വലിയ പൈസയൊന്നും മുടക്കില്ല എനിക്ക്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് കോസ്റ്റ് കുറഞ്ഞ് കിട്ടി. സാധാരണ സ്റ്റെയർ കേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയാവും. ഇതിന് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നിടത്തൊരു സ്റ്റെയർ കേസ് ലാൻഡിങ് ഏരിയ ആണ്. അവിടെ എൻ്റെ പഴയ അലമാരിയും അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, തുണി ഉണങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ, ഒരു നെറ്റിപ്പെട്ട റൂബി മേടിച്ച് വെച്ചാൽ കേട്ടോ. അത് ഭയങ്കര ലുക്കാണ് ഇതിട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് ലൈറ്റിങ്സ് ഞങ്ങളവിടെ ചെയ്തു. ലൈറ്റിങ്സിനൊന്നും വലിയ വിലയില്ല ആക്ച്വലി. ഇതിന് ഒരു 300 രൂപ വിലയുള്ള ലൈറ്റിങ്സ് മാത്രമാണ്. എല്ലാം തേടി പിടിച്ച് ചീപ്പ് കോസ്റ്റായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത്. ഇത് പുറത്താണ്, ടെറസാണ്. ഇതോടുകൂടി നമ്മളുടെ വീട് അവസാനിച്ചു. കാരണം ടെറസിൽ ഞങ്ങൾ 2 പാം ട്രീ ഒക്കെ വെച്ച് സ്റ്റൈലിഷായി സെറ്റ് ചെയ്തു. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ്. വിവരണമൊന്നും അത്രയും നന്നായില്ലെങ്കിലും ഞങ്ങൾ 12 ലക്ഷം രൂപയ്ക്ക് ചെയ്ത ഒരു കുഞ്ഞു വീടാണിത്. വെള്ള തീമിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗൈസ്.